ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറ. പരീക്ഷണങ്ങളിൽ മനുഷ്യന് 2 മാർഗമാണ് തിരഞ്ഞെടുക്കാനുള്ളത്. ഒന്ന് ആസിമൻ ഔ കഫൂറ എന്നാണ്. ആസിമൻ ഔ കഫൂറ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഒന്ന് പറഞ്ഞത് സബർ ചെയ്യുക, അള്ളാഹുലേക്ക് തിരിയുക, ഇസ്തിഗ്ഫാർ പറയുക, ദുആ രക്കുക, അള്ളാഹിൻ്റെ സഹായം ചോദിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു സഹായിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ കഴിഞ്ഞു. അതല്ലെങ്കിലോ ആസിമൻ ഔ കഫൂറ, തെറ്റായ മാർഗത്തിലേക്ക് നമ്മൾ കടക്കുക. പ്രയാസങ്ങളുടെ പേരിൽ പടച്ചവൻ്റെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിക്കുക, അല്ലേ? എല്ലാ നിലയിലും ചില ആളുകളെ കണ്ട് അവർ നിത്യമായി മദ്യപിക്കുന്നവരാണ്. അവരെ പോയി സംസാരിച്ച് പിടിച്ച് ഏകദേശമൊക്കെ ദീനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ പറയാറുള്ള ഒരു ന്യായം എന്താണെന്നറിയോ? എനിക്ക് ഇന്ന പ്രശ്നം, ഈ പ്രശ്നമൊന്നും തലയ്ക്കേറ്റ് നടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ജീവിക്കുകയാണ്. അതാകുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമെല്ലാം കണ്ടിരിക്കുന്ന നമ്മളെ ഏറ്റെടുക്കണം. അങ്ങനെയാണല്ലോ. ഭയങ്കര തലവേദന 1, 2, 3 പെഗ്ഗോ കുപ്പിയോ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓൻ്റെ തലവേദന തീരും, ബാക്കി നമ്മളെല്ലാവരും ഓനെക്കൊണ്ട് തലവേദന അനുഭവിച്ചോളാം. അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ പരീക്ഷണങ്ങളുടെ നടുക്കയത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 മാർഗമാണ്. ഒന്ന് സബർ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്തിട്ട് ആശ്വസിക്കാൻ ശ്രമിക്കുക, അതിൻ്റെ പേരിൽ കൂലി കിട്ടാം. മറ്റൊന്ന് തെറ്റുകുറ്റങ്ങളിലൂടെ, പാപകർമ്മങ്ങളിലൂടെ ഉള്ളതൊക്കെ വീണ്ടും വീണ്ടും നശിപ്പിക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് അവന് തെറ്റായ മാർഗത്തിൽ പോവുകയും ചെയ്യാം. അതുകൊണ്ട് വലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പനയിൽ വിശ്വസിക്കുകയും ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് ഉറച്ചു നിൽക്കണം. പാപകർമ്മങ്ങളുടെ മാർഗത്തിലൂടെ ജീവിത സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നവനെ നീ പിന്തുടരരുതേ എന്ന് ഖുർആൻ പറയുകയാണ്. വലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറ. അല്ലാഹു തആല എനിക്ക് നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തേണ്ടവൻ അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുലേക്ക് തിരിയാൻ ശ്രമിക്കണം. നമ്മുടെ അമല് കൊണ്ട് അള്ളാഹുലേക്ക് തിരിയാൻ ശ്രമിക്കണം, മനസ്സുകൊണ്ട് തിരിയാൻ ശ്രമിക്കണം, പശ്ചാത്താപത്തിലൂടെ അള്ളാഹുലേക്ക് മടങ്ങാൻ ശ്രമിക്കണം. അള്ളാഹു തആല അതിനൊക്കെ ഉപകാരപ്പെടുന്ന നാളുകളായി ഈ നാളുകളെ കബൂലാക്കി തരുമാറാകട്ടെ. ഈ റമളാനിനെ നമ്മളുടെ ഹക്കിൽ അള്ളാഹു എല്ലാ നിലയിലും അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എല്ലാം അള്ളാഹു നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ആശ്വാസവും സമാധാനവും സുഖവും സന്തോഷവും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്കൊക്കെ അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിൻ്റെ പേരിൽ ഭയപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, വേദന അനുഭവിക്കുന്ന നമ്മുടെ മുഴുവൻ സഹോദരന്മാർക്കും അള്ളാഹു പൂർണ്ണ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.